أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان ونعلم ما توسوس به ونفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. അൽ മൗതു ഹഖ്ഖുൻ, മരണം സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിശ്വാസം അനിവാര്യമായ നിർബന്ധമായ ഒരു സംഗതിയാണ്. ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും ഈ ലോകത്തേക്ക് പടച്ചുവിട്ടത് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങളോട് കൂടിയാണ്. അപ്പം ആ നിലക്ക് അല്ലാഹു ആണ് ആ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കേണ്ടത്. മരണത്തിൻ്റെ രുചി അനുഭവിക്കാതെ ഒരു വ്യക്തിക്കും മുൻകടക്കാൻ കഴിയില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവിനും മരണത്തിൻ്റെ രുചി അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ മരണവാർത്തകളാണ് നമ്മൾ കൂടെ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. 3, 4, 5 മരണങ്ങളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഹല്ലിൽ മാത്രമല്ല, നമ്മുടെ സമീപ ദേശങ്ങളിലൊക്കെ തന്നെയും ഇങ്ങനെ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുക. പ്രായവ്യത്യാസമില്ലാതെ ചെറിയവരും വലിയവരുമായ ആണും പെണ്ണും ഇടകലർന്ന നിലയിൽ തന്നെയാണ് അല്ലാഹു അവധി എത്തുമ്പോൾ ആ ദൗത്യം പൂർത്തിയാക്കുന്നത്. ഖുർആൻ അത് തന്നെ വളരെ കൃത്യമായി നമ്മെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തിൻ്റെ രുചി അവൻ തീർച്ചയായും അവൻ അനുഭവിക്കേണ്ടി വരും എന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു രോഗസമയത്ത്, ശക്തമായ പനി ബാധിച്ച ഒരു സമയം, വല്ലാത്ത പനിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ പനി ഇങ്ങനെ ഒന്ന് ചെറിയ നിലയ്ക്കൊരു ആശ്വാസം കിട്ടും, പിന്നീട് വീണ്ടും ശക്തമായ പനി ഉണ്ടാകും. ആശ്വാസം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം, കുല്ലു ഇംറിഇൻ മുസബ്ബഹും മിൻ അഹ്ലിഹി അൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി. ഓരോ മനുഷ്യനും കുല്ലു ഇംറിഇൻ മുസബ്ബഹുൻ മിൻ അഹ്ലിഹി, അവൻ്റെ സ്വന്തക്കാരിൽ നേരം പുലരുമ്പോൾ
നല്ല ഒരു രീതിയിലാണ് നേരം വെളുക്കുന്നത്. എല്ലാവരും പുലരിയെ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം അറിയേണ്ട ഒരു യാഥാർത്ഥ്യം, അൽ മൗത്തു, മരണം എന്ന സത്യം, അത് അതിനാമിൻ സിറാക്കിൻ അലിഹി, നാം ധരിക്കുന്ന നമ്മുടെ ചെരുപ്പ്, നമ്മുടെ ചെരുപ്പിൻ്റെ വാറും നമ്മുടെ ശരീരവും തമ്മിൽ എന്തുമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ അതുപോലെയാണ് നമ്മളും മരണവും തമ്മിൽ. അത്രയ്ക്കും ബന്ധമുണ്ട് മരണത്തിന്. ഏത് സമയവും മരണം പുൽകാം എന്നാണ് അപ്പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ വിഷയം മരിക്കും എന്നത് ഉറപ്പാണ്, അത് നമുക്കറിയാം. പക്ഷെ എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ മരിക്കും, ഇതിനെക്കുറിച്ച് കൃത്യമായി ആർക്കും ഒന്നും പറയാൻ സാധ്യമല്ല. നമ്മൾ ടെക്നോളജിയിൽ എന്തുമാത്രം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് എന്ന് ലോകം അല്ലെങ്കിൽ ഏത് രാജ്യം അവകാശപ്പെട്ടാലും മരണത്തിൻ്റെ സമയം നിശ്ചയിക്കാനോ അല്ലെങ്കിൽ ഒരാൾ എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാനോ നമ്മുടെ ടെക്നോളജി വളർന്നിട്ടില്ല. അതിനെ സംബന്ധിച്ച് ഏതൊരാൾക്കും ഒരു കൃത്യമായ അഭിപ്രായം പറയാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതറിയിച്ചു തന്നിട്ടില്ല. ഏത് സമയവും എപ്പോഴും എവിടെ വെച്ചും എങ്ങനെയും മരണം പുൽകാം. ഇന്നലെ നാം കണ്ടവർ ഇന്ന് നമ്മുടെ കൂടെയില്ല. ഇന്നലെ പള്ളിയിൽ ഒന്നാം സഫിലുണ്ടായിരുന്നവർ ഇന്ന് നമ്മുടെ ഈ പള്ളിയിലില്ല. ഈ കഴിഞ്ഞ ജുമയ്ക്ക് പങ്കെടുത്തവർ ഈ ജുമയിലില്ല. അടുത്ത ജുമയിൽ നമ്മളിൽ എത്ര പേർ എണ്ണം കുറയും എന്നാർക്ക് പറയാൻ കഴിയും? ആർക്കും പറയാൻ കഴിയില്ല എന്ന ഒരു വസ്തുത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഏതൊരു മനുഷ്യനും, ചെറിയവനും വലിയവനും, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. അപ്പോൾ മൗത്ത് എന്ന ഹക്ക്, മൗത്ത് എന്ന സത്യം എവിടെ വെച്ചും പിടികൂടുമെന്ന് അള്ളാഹു തന്നെ അവൻ്റെ വേദഗ്രന്ഥത്തിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞതിങ്ങനെ, അയിനമാ തകൂനു. എത്ര ലളിതമായിട്ടാണ് നമ്മൾക്ക് ഖുർആൻ പറഞ്ഞു തരുന്നത്. അയിനമാ തകൂനു, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, യുദിരിക്കുമുൽ മൗത്ത, മരണം നിങ്ങളെ പിടിക്കപ്പെടും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കൊട്ടിയടക്കപ്പെട്ട വലിയ ഒരു കോട്ടക്കകത്ത് നിങ്ങൾ അഭയം തേടിയാൽ പോലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരാളെ പേടിച്ച് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മുറിയിൽ കയറി അടച്ച നിലയിൽ നമുക്ക് ഒരു സംരക്ഷിത വലയം തീർക്കാൻ സാധിക്കും. എവിടെയെങ്കിലും പോയി നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യാം. നമ്മൾക്ക് മരണത്തെ പേടിച്ച് അങ്ങനെ നമ്മൾക്ക് എവിടേക്കെങ്കിലും പോകാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അത് ഖുർആൻ അങ്ങനെ തന്നെ നമ്മൾക്ക് പറഞ്ഞു തരിക. അയിനമാ തകൂനു, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, യുദിരിക്കുമുൽ മൗത്ത, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ കൊട്ടിയടക്കപ്പെട്ട ഏതെങ്കിലും കോട്ടക്കകത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ 950 കൊല്ലക്കാലം പ്രബോധനം ചെയ്തിട്ട് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം, എന്ന് പറഞ്ഞാൽ വളരെ ശുഷ്കിച്ച ഒരു ടീം മാത്രമാണ് നൂഹ് നബിയിൽ വിശ്വസിച്ചിരുന്നത്. അവസാനം നൂഹ് നബിയുടെ സമുദായം നൂഹ് നബിയിൽ വിശ്വസിച്ചവരെ രക്ഷപ്പെടുത്തണം, ഇനി അത് മാത്രമേ ഇനി വഴിയുള്ളൂ, ബാക്കിയുള്ളവരെ നശിപ്പിക്കണമെന്ന അള്ളാഹുവിൻ്റെ തീരുമാനം വരികയാണ്. അതിന് നൂഹ് നബിക്ക് അള്ളാഹു കൊടുത്ത നിർദ്ദേശം ഒരു കപ്പൽ ഉണ്ടാക്കണം എന്നതാണ്. ആ കപ്പൽ നിർമ്മാണം അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലായിക്കൊണ്ട് കപ്പൽ നിർമ്മാണം പൂർത്തിയാക്കുകയും അങ്ങനെ വിശ്വസിച്ച ആളുകളോട് കപ്പലിൽ കയറാൻ പറയുകയും വമ്പിച്ച ഒരു പ്രളയം അതിലൂടെ അല്ലെങ്കിൽ വലിയ ഒരു വെള്ളം ഉണ്ടായി അതിലൂടെ കപ്പൽ സഞ്ചരിച്ച് കപ്പലിൽ കയറി രക്ഷപ്പെട്ട സംഭവം പറയുന്നിടത്ത് സ്വന്തം മകൻ
നൂഹ് നബിയുടെ സ്വന്തം മകനോട് പറഞ്ഞു നൂഹ് നബി അവസാന സമയത്ത് പോലും, മോനെ നീ രക്ഷപ്പെടണം, നീ ഇതിൽ കയറി രക്ഷപ്പെട്ടോ, നിനക്ക് രക്ഷ കിട്ടണോ, നീയും കൂടി ഈ കപ്പലിൽ കയറിക്കോ എന്ന് പറഞ്ഞപ്പം ബാപ്പയുടെ മുഖത്ത് നോക്കി നൂഹിനോട് പറഞ്ഞത്, ഞാൻ അതിൽ കയറുന്നില്ല, ഞാൻ ഏതെങ്കിലും മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെട്ടോളാം എന്ന് വീമ്പിളക്കി പോയ മകനെ നിമിഷ നേരം കൊണ്ട് ആ പ്രളയം നടന്നുണ്ടായി വമ്പിച്ച ശിക്ഷയിൽ എല്ലാവരും മരിക്കുന്ന ആ സമയം നൂഹിന്റെ മകനും മരണപ്പെട്ടല്ലോ. ഈ ചരിത്രം നമ്മൾക്ക് പാഠമാകണം. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം എന്ന് വിചാരിച്ചിട്ട് കാര്യമല്ല. അതാ ഖുർആൻ പറഞ്ഞത്, വലൗ കുൻതും ഫീ ബുറൂജിൻ ഫീ മുശയ്യദ, നിങ്ങൾ ഏതെങ്കിലും അടക്കപ്പെട്ട ഏതെങ്കിലും ഒരു കോട്ടക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും മരണം അത് കൃത്യമായി അവിടെ എത്തിക്കോളും. അത് എന്താണെന്നറിയാം, ആ ചാർട്ട്, നമ്മളെ ആ ചാർട്ട് വളരെ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു ചാർട്ട്. ആ ചാർട്ട് നോക്കാൻ അതിന് കൃത്യമായി ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആർക്കും അതിലൊരു ഒരു മറവി സംഭവിക്കൂല. നമ്മളെല്ലാവരും എല്ലാ ദിവസവും മരിക്കുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും നമ്മൾ മരിക്കുന്നുണ്ട്. രാത്രിയിൽ ഉറക്കം മരണമാണ്. ആ ഉറക്കത്തിൽ നമ്മൾ മരിക്കുകയാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച് നമ്മൾ കിടക്കുന്നു, പക്ഷേ നമ്മൾ മരിക്കുകയാണ്. ആ മരിക്കുന്ന ആ ഉറക്കത്തില് യഥാർത്ഥത്തിൽ ചാർട്ട് പരിശോധിച്ച് ഇന്നത്തെ ഡേറ്റ് എത്തിയ ആളുകളെ മരിപ്പിക്കുകയും അല്ലാത്തവരെ വീണ്ടും അല്ലാഹു തആല ജീവൻ നൽകി അയക്കുകയും. അതുകൊണ്ടാണല്ലോ അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, പടച്ചോനെ ജീവൻ നൽകിയ, മരിച്ചതായിരുന്നു ഞാൻ, ആ മരണത്തിന് ശേഷം ജീവൻ നൽകിയ റബ്ബേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് നേരം വെളുത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് എല്ലാ ദിവസവും നമ്മൾ മരിക്കുന്നുണ്ട്. ആ മരിക്കുന്നിടത്ത് അവധി എത്തിയ ആളുകൾ അവിടെ പിടിച്ചു വെക്കുന്നുണ്ട്. നമ്മൾ പറയും, എന്തൊരു സന്തോഷത്തോട് കൂടിയാണ് ഇന്നലെ രാത്രിയില്ലേ, നമ്മൾ ഇത്ര നേരം വർത്തമാനം പറഞ്ഞു, ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഇരുന്ന് മേശയ്ക്ക് ചുറ്റും ഇരുന്ന് എത്ര നേരം നമ്മൾ സംസാരിച്ചു, വാപ്പയും മക്കളും അല്ലേ, ഇങ്ങനെ ഒന്നിച്ചിരുന്ന് സംസാരിച്ചതല്ലേ. നോക്കുങ്ങൾ ഈ സമയം നേരം വെളുത്തപ്പം മുട്ടി വിളിച്ചു നോക്കിയിട്ട് എഴുന്നേൽക്കുന്നില്ല. എത്ര മരണം അങ്ങനെ സംഭവിക്കുന്നു നമ്മൾക്കിടയിൽ. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ സ്ഥിതി ഇങ്ങനെയാണ്, എൻ്റെയും നിങ്ങളുടെയും സ്ഥിതി ഇത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ബീമ്പിളക്കി വലിയ വലിയ എന്താ പറയുക മസിൽ പവർ കാണിച്ചിങ്ങനെ നടക്കുന്നതെന്നല്ലാണ്ട് നമ്മൾ ഒന്നുമല്ല, സീറോ ആണ്. അവിടെ നിന്ന് നമ്മൾ തുടങ്ങണം. നമ്മൾ ആര്, നമ്മൾ എവിടെ വന്നു, എന്താണ് നമ്മുടെ നിലപാട്, നമ്മൾ എവിടേക്കാ പോകേണ്ടത്. ഇന്നലെ പള്ളിയിൽ ഉണ്ടായിരുന്ന ആള് ഇന്ന് മണ്ണിനടിയിലാണ്. ഇന്ന് മണ്ണിനടിയില, ആരുമില്ല, കൂട്ടിനാരുമില്ല, സ്വന്തക്കാരില്ല, ബന്ധക്കാരില്ല, വേണ്ടപ്പെട്ടവരില്ല, ആരുമില്ല. എന്താ അയാളും മരണപ്പെട്ട വ്യക്തിയും അവർ ചെയ്ത അമലുകളും മാത്രമായി, പ്രവൃത്തിയും മാത്രമായി ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥയെക്കുറിച്ച് അല്പനേരം നമ്മൾ ചിന്തിച്ചാൽ എന്തിനഹങ്കരിക്കണം, നമ്മൾ എന്തിന് വീമ്പിളക്കണം, നമ്മൾ എന്തിനിങ്ങനെ വലിയ വമ്പത്തരം പറഞ്ഞ് ഇങ്ങനെ നടക്കണം? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും. അപ്പൊ മരണം എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനമല്ല, അത് അള്ളാഹുവിന്റെ ഇറാദത്താണ്, അത് അള്ളാഹുവിന്റെ മശീഅത്താണ്. അതിൽ നമ്മൾക്ക് ഇടപെടാൻ ഒരവകാശവുമില്ല. അള്ള ചെയ്യുന്നതിനെ കുറിച്ച്, അള്ളാഹു പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ആരും ചോദ്യം ചെയ്യപ്പെടൂല. എന്നാൽ വഹും യുസ്അലൂൻ, നമ്മളായിട്ടുള്ള ആളുകളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്, നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അള്ളാഹു അങ്ങനെയല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഇറാദത്തും അള്ളാഹുവിന്റെ മശീഅത്തും അത് അതിൻ്റെതായ സമയത്ത് കൃത്യമായി നടന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും ആ ചാർട്ടിൽ പെശക് വരില്ല, ആ കണക്ക് തെറ്റില്ല. ഇദാ ജാ അജലുഹാ, അവധി എന്ന് പറയുന്നത് അതാണ്, നിമിഷമാണ്, ആ സെക്കൻഡാണ്, ആ മിനിറ്റാണ് എന്ന് നമ്മൾ അറിയണം. ആ സമയം എത്തുമ്പം അതങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് നടക്കുക തന്നെ ചെയ്യും. എന്നാൽ മനുഷ്യൻ അശ്രദ്ധയിലാണ്, ആയുസ് പാഴാക്കി കളയുന്നു. നമ്മളതാ ചെയ്യുന്നത്. നമ്മുടെ ആയുസ്, നമ്മളിപ്പം ജനുവരി വരുമ്പോ അല്ലെങ്കിൽ മുഹറം വരുമ്പോ ഒരു വയസ്സ് കഴിഞ്ഞുവല്ലേ, ഒരു സെക്കൻഡ് നേരം ഒരു പക്ഷേ അങ്ങനെ ചിന്തിച്ചേക്കാം, എൻ്റെ ആയുസ്സിൽ ഒരു വയസ്സ് കഴിഞ്ഞു.
പക്ഷെ നമ്മൾ അത് എന്തിനെ ഉപയോഗിച്ച് പോസിറ്റീവായി നമ്മളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ? നമ്മൾ ചിന്തിക്കേ, ചെറിയവരും വലിയവരും ഒക്കെ യുവാക്കളും ഒക്കെ ചിന്തിക്കേ, ഇങ്ങനെ ഞാനൊരു ഒരു ജീവനുമായി ഒരു ശരീരവുമായി ഞാൻ നേരം വെളുക്കുന്നു, അങ്ങനെ പിന്നെ രാത്രിയാകുന്നു, കിടന്നുറങ്ങുന്നു, നേരം വെളുക്കുന്നു, വീണ്ടും പോകുന്നു. ഇതിങ്ങനെ ചർവണം നടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഞാനിങ്ങനെ 19 കൊല്ലം ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് എനിക്ക് സ്വന്തമായി, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന്, അല്ല എൻ്റെ അയൽവാസിക്ക്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് സ്വയം അഭിമാനിക്കാൻ എൻ്റെയും നിങ്ങളുടെയും പക്കൽ എന്തുണ്ട്? അവിടെ നിന്ന് തുടങ്ങണം നമ്മൾ. ആ ചിന്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെ ജിന്നുകളെയൊക്കെ അള്ളാഹ് പടച്ചത് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ്. അള്ളാഹു ആണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മെ സൃഷ്ടിച്ച റബ്ബ് നിയമാവലി രേഖപ്പെടുത്തി വെച്ചു. ഇനി അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ നമ്മെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? എന്നിട്ട് അള്ളാഹ് പറയാ, മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അള്ളാഹ് പറയാ, നിങ്ങളോട് ഞാൻ ഒരു റിസ്ക്കും ആവശ്യപ്പെടുന്നില്ല. ഏതെങ്കിലും നിലയ്ക്ക് റിസ്ക്, ഭക്ഷണം ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല, നിങ്ങളിൽ നിന്ന് ഞാൻ തേടുന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മാത്രം ഇബാദത്ത് എടുക്കണം, അങ്ങനെയുള്ള ഒരു കൂട്ടമാകണം നിങ്ങൾ. ഇത് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ എന്ന് അള്ളാഹു തആല പറയാ. ആ വിഷയത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ആകെ കൂടി ചെയ്യുന്നത് എന്താണെന്നറിയോ? നിസ്കാരാ അല്ലേ? നിസ്കാരാണ്. അതിൽ എത്രമാത്രം നമ്മൾ കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ട്? ഒരു ദിവസം 5 നേരത്തെ ഫർള് നമസ്കാരം അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നവർ ആരൊക്കെ ഉണ്ട്? സ്വയം ചിന്തിച്ചാൽ മതി. സ്വയം ചിന്തിച്ചു നോക്ക്. എനിക്ക് 5 നേരം നിർബന്ധമായും ഞാൻ 5 നേരം ജമാഅത്തായി തന്നെ നിർവഹിക്കണം. അതാണ് നിർബന്ധം. ആ വിഷയത്തിൽ ഞാൻ എന്നോട് കാണിക്കുന്ന ക്രൂരത അതെന്തുമാത്രമാണ്? എന്നെ പടച്ച റബ്ബിനോട് ഞാൻ നീതി പുലർത്തുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ഇപ്പൊ കുറച്ചു കാലമായിട്ട് പള്ളിയിൽ ആളുകൾ കുറയാൻ തുടങ്ങി. പള്ളിയിൽ ആളുകൾ കുറവാ. ചില വക്തുകൾക്കൊക്കെ പള്ളിയിൽ ആളുകൾ കുറഞ്ഞു വരുന്നു. ഇബ്ലീസ് മനുഷ്യനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന, ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാ അല്ലേ? കാലാവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് സുബഹിക്കൊക്കെ ചെറിയ ഒരു തണുപ്പ് വരുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ നമ്മൾക്ക്? നമ്മൾ അങ്ങനെ ഉറങ്ങേണ്ടവരാണോ? നമ്മൾക്ക് മണ്ണിന്റെ അടിയിലേക്ക് പോകണ്ടേ? ഖബറിലേക്ക് പോകണ്ടേ? ഇന്ന് നമ്മൾ സുഖിക്കുന്നുണ്ട്, പക്ഷേ നാളെ നമ്മൾ ഒറ്റക്കാണ് എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ തിരിച്ചു പോകണ്ടേ? അപ്പോഴേ നമ്മൾ ആരാണെന്ന് നമ്മൾക്കറിയാൻ കഴിയൂ. അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യണം എന്ന കാര്യമാണ്. അത് നിർബന്ധമാണ്, അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്തതാണ്. പക്ഷെ അത് നിർവഹിക്കുന്നിടത്ത് നമ്മൾ നീതി പുലർത്തുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. അപ്പൊ നമ്മുടെ എല്ലാം നമ്മൾക്ക് വിഷമങ്ങളുണ്ട്, നമ്മൾക്ക് ദുഃഖങ്ങളുണ്ട്, നമ്മൾക്ക് പ്രയാസങ്ങളുണ്ട്. ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു വെറും പരീക്ഷണം മാത്രമാണ്. സുഖമുണ്ടാകാം, ദുഃഖമുണ്ടാകാം. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയാ, സുഖമുണ്ടാകും, ദുഃഖമുണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതെല്ലാം പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കണം ഒരു വിശ്വാസി എന്നതാണ് ഖുർആനിന്റെ ഭാഷ്യം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്, മരണവും ജീവിതവും. ആദ്യം മരണ പറഞ്ഞത്, പിന്നെയാണ് ജീവിതം പറഞ്ഞത്. അത് വല്ലാത്ത ഒരു പ്രയോഗമാണത് ഖുർആനിന്റെ. അല്ലദീ ഖലഖൽ മൗത, മൗത്തിനെയും വൽ ഹയാത, ജീവിതത്തെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് ലിയബ്ലുവ, നിങ്ങളെ പരീക്ഷിക്കാനാണ്, നമ്മളെ പരീക്ഷിക്കാനാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത്, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി. വഹുവൽ അസീസുൽ ഗഫൂർ, അല്ലാഹു അങ്ങേയറ്റം പ്രതാപശാലിയും അങ്ങേയറ്റം പൊറുക്കുന്നവനുമാകുന്നു.
നോക്കൂ നിങ്ങൾ, അള്ളാഹു നമ്മൾക്ക് നൽകുന്ന പല ഓഫറുകളുമുണ്ട്. അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകുന്ന പല ഓഫറുകളുമുണ്ട്. അതിനെന്തു വേണം? നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കണം. നമ്മൾ അതിന് രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അള്ളാഹുവിൽ നിന്നുള്ള സമാധാനവും അവനിൽ നിന്നുള്ള രക്ഷയുമാണ് നമ്മുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഒന്നാമതായി നമ്മളോട് പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കണം എന്നതാണ്. അള്ളാഹു നമ്മൾക്ക് നൽകിയ കാരുണ്യം സാമ്പത്തികമായി, ശാരീരികമായി നമ്മളിവിടെ മത്സരിക്കുകയാണ്. ദുനിയാവ് വെറും ഒരു മത്സരമായി നമ്മൾ കാണുകയാ. ഭൗതികതയോടുള്ള അമിതമായ ആവേശമാണ് പലരെയും ഇന്ന് പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് എപ്പോഴും നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അതേപോലെ തന്നെ മരണചിന്ത നമ്മെ എപ്പോഴും ചിന്തിപ്പിക്കണം എന്നതാ. എപ്പോഴും മരിക്കുമെന്ന ചിന്ത നബി അങ്ങനെയാണല്ലോ പറഞ്ഞത്. എടോ, നേരം വെളുത്താൽ നിങ്ങൾ വൈകുന്നേരത്തെ നോക്കരുത്. വൈകുന്നേരമായാൽ നിങ്ങൾ നേരം വെളുക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പല തന്തരീൽ സുബഹ്, നിങ്ങൾ സുബഹിനെ പ്രതീക്ഷിക്കേണ്ടെന്നാണ്. കാരണം എന്താണെന്നറിയോ? അതിൻ്റെ ഇടയ്ക്ക് മരണം വരാം, ഏത് സമയവും മരിക്കും. അതുകൊണ്ട് മരണചിന്ത എപ്പോഴും ഒരു വിശ്വാസിക്കുണ്ടാകും. ചിലവർക്ക് മരണത്തെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടമല്ല. മരണത്തിന്റെ വാല്യൂ പറഞ്ഞാൽ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കും. നരകത്തിന്റെ അവസ്ഥ പറഞ്ഞാലും ഇയാൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല എന്ന് ചോദിക്കും. ഖബറിലെ ശിക്ഷ കേൾക്കാൻ താല്പര്യമില്ല. അതിനനുസരിച്ച് കുറച്ച് എക്സ് മുസ്ലിം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എക്സ് മുസ്ലിം സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് വാല്യൂ പറയുക. അതാരെ മോഹിപ്പിക്കാനെന്നറിയോ? പുതിയ കുട്ടികളെ, പുതിയ ജനറേഷന്. ഓൾക്ക് ഇങ്ങനെ പരലോക ചിന്തയൊന്നും പാടില്ല, അള്ളാഹിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാനൊന്നും പാടില്ല, പേടിയൊന്നും പാടില്ല. അതുകൊണ്ട് എന്താ പറയുന്നറിയോ? ഖബറിൽ ശിക്ഷ ഉണ്ടോ? ആരെങ്കിലും പോയിട്ടുണ്ടോ ഖബറിൽ? പോയോൽ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? എന്മാതിരി ഇങ്ങനെയുള്ള കുറെ കഥകൾ പറഞ്ഞ് ആളുകളെ ഈ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിക്കാനുള്ള എക്സ് മുസ്ലിം വാചാരമായി സംസാരിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയോ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മയ്യത്ത് മറവ് ചെയ്തു. അവിടെ മയ്യത്ത് മറവ് ചെയ്തിട്ട് റസൂൽ ആ ഖബറിന്റെ അടുത്ത് എണീക്കണില്ല. ആ ഇരുന്നോട് തിരിക്കുക. എന്നിട്ട് ഹദീസ് പറയുന്ന തരങ്ങൾ റസൂലുള്ളാഹിന്റെ കണ്ണിന്ന് കണ്ണുനീര് ഇങ്ങനെ ഒഴുകുക, മഴ പെയ്യും പോലെ ഒഴുകുക കണ്ണിന്ന്. എല്ലാവരും എണീച്ചു പോയി. റസൂലുള്ള ഖബർ പുറത്തുനിന്ന് എണീക്കുന്നില്ല. എന്നിട്ട് ഹദീസിൽ കാണാം, ആ ഖബറിന്റെ പുറത്തിട്ട പുതിയ മണ്ണില്ലേ, ആ മണ്ണ് അത്രയും നനഞ്ഞ് കുതിർന്നു പോയി. അത് നനഞ്ഞ് കുതിരുന്നത് വരെയും റസൂലുള്ളാഹിന്റെ കണ്ണിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിയിരുന്നു. അപ്പൊ റസൂലുള്ളാഹിനോട് ചോദിച്ചു, എന്തെങ്കിലും പറ്റിയത്? സഹാബികൾ ചോദിച്ചു, നിങ്ങൾ എന്തിനങ്ങനെ കരയുന്നത്? റസൂലുള്ളാഹിക്ക് ഖബറിൽ അനുഭവിക്കുന്ന, ആ വ്യക്തി അനുഭവിക്കുന്ന ശിക്ഷയുടെ ഗൗരവം റസൂലുള്ളാഹി അറിഞ്ഞിട്ടാ റസൂലുള്ളാഹിന്റെ കണ്ണിന് ഈ നിലയ്ക്ക് കണ്ണുനീർ ഒഴുകുന്നത് എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് ഇത്രയും ചരിത്രത്തിൽ വിശ്വസിക്കൽ ഒരു ഈമാന്റെ ഭാഗമല്ലേ? ഇത് വിശ്വസിക്കൽ മുസ്ലിമിന് നിർബന്ധമല്ലേ? എന്നിട്ടാ ഈ എക്സ് മുസ്ലിം ബഡായി പറയുന്നത്. എന്നിട്ട് കുട്ടികൾ അതിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുക. വല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, ഖാല റസൂലുള്ളാഹി അക്സറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാവിധ സംഗതികളെയും അത് തകർത്ത് കളയുന്ന ഒരു മരണം അത് വരാനുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം ഏതു സമയത്തും എന്ന് റസൂലുള്ളാഹി. നമുക്ക് രക്ഷ വേണോ? ആ രക്ഷയ്ക്ക് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ നശിക്കുന്ന ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കരുത്. ദുനിയാവ് നശിക്കാനുള്ളതാണ്. ഈ നശിക്കുന്ന ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കാതെ നിലനിൽക്കുന്ന ആഖിറത്തിനെ കുറിച്ച്, വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, എന്നെന്നും നിലനിൽക്കുന്ന അവശേഷിക്കുന്ന ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയും സ്മരണയും അത് നിലനിർത്തിക്കൊണ്ട് ജീവിതത്തെ സംശുദ്ധമാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അവിടുത്തെ നജാത്ത്, അവിടുത്തെ വിജയമാണ് അത് നമുക്ക് ആവശ്യം. അത് നമ്മൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ പ്രവാചകനോട് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന വഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കൂ, അമലു, നിങ്ങൾ അമൽ ചെയ്യണം, നിങ്ങൾ പ്രവർത്തിച്ചോളൂ, ഫസയറല്ലാഹു അമലക്കും, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു അമലാണെങ്കിലും ശരി, ഏത് ചെറുതാണെങ്കിലും ശരി, അത് കൃത്യമായും അള്ളാഹു അറിയും. വറസൂലുഹു വൽ മുഅ്മിനൂൻ, അള്ളാഹുവിന്റെ റസൂൽ, സത്യവിശ്വാസികൾ അവരെല്ലാവരും ഇത് മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് ഫയുനബ്ബിഉക്കും, മാത്രമല്ല വസതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവുമായ ലോകത്തേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരുന്നതാണ്. ഫയുനബ്ബിഉക്കും
വയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് ചെയ്ത അമലുകളെ വളരെ കൃത്യമായി പ്രതിപാദിക്കപ്പെടുന്ന ഒരു സദസ്സ് വരാനുണ്ട്. അവിടേക്കുള്ള ചിന്ത അത് നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ളത് അതാ. അതിനുവേണ്ടിയാണ് നമ്മെ പടച്ചത്. നമ്മൾ മത്സരിക്കേണ്ടത് അതിനു വേണ്ടിയാ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ. ജമാഅത്ത് നമസ്കാരത്തിൽ നേരത്തെ എത്താനാണ് മത്സരിക്കേണ്ടത്. ജുമാ അത് ഒരു ബാധ്യത നിർവഹിക്കാൻ. നാട്ടുകാരെന്തു പറയും, വീട്ടുകാരെന്തു പറയും, കുടുംബക്കാരെന്തു പറയും, ഞാൻ ഈ ജുമാ നടക്കുന്ന സമയത്ത് അങ്ങാടി കൂടി പോയാൽ നടന്നാൽ അവരെന്ത് കാണും എന്ന് മനസ്സിലാക്കി ജുമാ തീരുന്ന സമയം നോക്കി മെല്ലെ ഹൗദിൻ്റെ അടുത്തേക്ക് പോയി ഒന്നും എടുത്ത് ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ പള്ളിയിൽ കയറി കണക്ക് ബോധിപ്പിക്കേണ്ട ഒരാവശ്യവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സ്വന്തം ശരീരം, സ്വന്തം നഫ്സിന് രക്ഷ വേണോ, നാളെ പരലോകത്ത് രക്ഷ വേണോ, നമ്മളൊരു തീരുമാനമെടുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുക. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുക്കും ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർതുക്കും ബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യവും കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വലൈസ ശൈഉൻ യുബഇദുക്കും അനിന്നാരി ഇല്ലാ ഖദ് നഹൈതുക്കും അൻഹു. നരകത്തിലേക്ക് ആപതിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ സംബന്ധിച്ച് കൃത്യമായി നിങ്ങളോട് വിരോധിച്ചിട്ടുമുണ്ട്. അപ്പോൾ സ്വർഗം കിട്ടാൻ എന്താ മാർഗമുണ്ട്? വളരെ കൃത്യമായി ഓരോന്നും മണിയായിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നമ്മളത് ചെയ്താൽ മതി. നരകത്തിലേക്ക് കയറാതിരിക്കാൻ, നരകത്തിൻ്റെ അടുത്തേക്ക് എത്താതിരിക്കാൻ എന്തൊക്കെ വഴിയുണ്ട് അതും റസൂലുള്ള പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് റസൂലുള്ള ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അതാണ്. ഞാൻ മരണത്തിന് കീഴടങ്ങുകയാണ്, ഞാൻ നിങ്ങളെ രണ്ട് കാര്യം ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. ഒരു വസിയത്താണല്ലോ അത്. ആ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴി തെറ്റൂല, നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. ഒന്ന് കിതാബ് അള്ളാഹിൻ്റെ കിതാബാണ്, വസുന്നത്ത റസൂലിഹി, റസൂലുള്ളാഹിന്റെ സുന്നത്ത്. ഒരു കാര്യം സ്വകാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ആരെങ്കിലും ഖുർആൻ കാണലുണ്ടോ? ഖുർആൻ കാണാറുണ്ടോ? ഈ ഒരു ചോദ്യം 2 തവണ ഞാനിപ്പോൾ ചോദിച്ചു. നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. അത് നിങ്ങൾ ഖുർആൻ കാണലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. ആ ചോദ്യം നമ്മളെ ചിന്തിപ്പിക്കാൻ കഴിയുമെങ്കിൽ ചിന്തിപ്പിക്കട്ടെ. നമ്മളൊരു കാനേഷുമാരി കണക്കെടുക്കേണ്ട ടീമല്ലല്ലോ നമ്മൾ. ഖുർആൻ നമ്മുടെ വഴികാട്ടിയാണ്. ഇന്ന് എന്തെല്ലാം സാധ്യതകൾ നമ്മുടെ മുന്നിൽ, നമ്മളെ കയ്യിലുള്ള എല്ലാ യന്ത്രത്തിലും ഉണ്ട്. ഇനി മലയാളം തിരിയാത്തവരുണ്ട്, ഓർക്ക് ഇംഗ്ലീഷേ പറ്റുമോ? ഇംഗ്ലീഷുണ്ട്. ഏത് ഭാഷ വേണമെങ്കിലും അതിലുണ്ട്. ഒരു ദിവസം ഒരായത്തെങ്കിലും, ഒരായത്ത് 1 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് വേണ്ട ഒരായത്ത്. നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ കൂട്ടരെ? ഞാനൊന്ന് ഖുർആൻ എൻ്റെ ഫോണിൽ പിന്നെ തഫ്സീർ ഖുർആൻ പരിഭാഷയുടെ ഒരു ആപ്പ് ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്യട്ടേന്ന്. ഏതെങ്കിലും ഒരു സമയത്ത് 1 സെക്കൻഡ് 1 മിനിറ്റ് ചിലപ്പോൾ ഉണ്ടാവുമല്ലോ വണ്ടിയിലൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ ഉന്തി നീക്കി സമയം കഴിയുന്ന നേരത്ത് ഒരായത്ത് അതൊന്ന് വായിക്കാൻ ഏതെങ്കിലും സമയം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ വമ്പിച്ച തോതിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും, ഒരു സംശയമില്ല. ഞാനിത് പറയുന്നത് ശഅബാൻ മാസത്തിൽ അതിൻ്റെ ഏകദേശം 2 ആഴ്ചൻ്റെ അടുത്തേക്ക് എത്താൻ പോവുക. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. റമളാൻ ഖുർആൻ അവതരിച്ച മാസമാണ്, അത് കയറി വരാൻ പോവുക. ഇനിയെങ്കിലും ഒരു നിയ്യത്ത്, ഒരു തീരുമാനം എടുക്കുക. ഈ റമളാനിൽ എനിക്ക് ഖുർആൻ വായിക്കണം.
അതിനുള്ള സാധ്യതകൾ ഞാൻ ഉണ്ടാക്കും. എൻ്റെ വീട്ടിൽ ഒരു 10 മിനിറ്റ് ഒരാൾ ഖുർആൻ ഓതുന്നു, ഒരായത്ത് ഓതുന്നു, അതിൻ്റെ പരിഭാഷ വായിക്കുന്നു. അങ്ങനെ ഒരു രീതിയൊന്നും നമ്മൾ വീട്ടിൽ നടപ്പാക്കും. അള്ളാഹുവിൻ്റെ ബർക്കത്തും ഐശ്വര്യവും ഉണ്ടാകാൻ അതാണ് മാർഗം. അപ്പോൾ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ അവസാനമായി വസിയത്ത് ചെയ്തത്, ഞാൻ നിങ്ങളെ ഖുർആൻ ഏൽപ്പിച്ചു പോകുന്നു, എൻ്റെ സുന്നത്ത് അവിടെ വളരെ കൃത്യമായിട്ടുണ്ട്, അത് ഏൽപ്പിച്ചു പോണ്. ഇത് രണ്ടും മുറുകെ പിടിച്ച് ജീവിക്കുന്നിടത്തോളം നിങ്ങൾ വഴിതെറ്റൂലാണ്. നമ്മൾ എപ്പോഴും പരാതികളാണ്, എൻ്റെ പ്രശ്നമൊന്നും നടക്കുന്നില്ല, ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മളിത് പൂർത്തിയാവുക? നമ്മളെ പ്രശ്നം തീരൂല. നമ്മളെ പ്രശ്നം തീരണോ? അള്ളാഹുമായി നമ്മൾ ബന്ധം സ്ഥാപിച്ചോളൂ. 4 കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കൂ. 1, വഖാല റബ്ബുക്കും, നിങ്ങളെ റബ്ബ് പറയുന്നു, ഉദൂനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. അള്ളാഹിൻ്റെ വാഗ്ദാനാണ്. 2, ലഇൻ ശക്കർത്തും, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുന്നു, ലഅസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർത്തും, നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കുന്നുവോ, ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ അതികഠിന കഠോരമായിരിക്കും. 3, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർത്തോളൂ, അത് കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കും. 4, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ എന്നെ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറുണ്ടോ, യൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കും. ഇതിലും വലിയ ഒരു ഉറപ്പ് എന്താ അള്ളാഹ് നമുക്ക് തരേണ്ടത്? കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യം ഇത് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അള്ളാഹു തആല അതെല്ലാം അവൻ്റെ മഹത്തായ ഫളൽ കൊണ്ട് അതെല്ലാം വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണം നമ്മെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ സമയവും നമ്മൾ മയ്യത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ, എത്ര ആളുകളാണ് ഈ ആഴ്ചയിൽ നമ്മുടെ മഹല്ലിൽ എത്ര പേരാണ്, പേരെടുത്ത് പറയുന്നില്ല, എത്ര പേരാണ് ഈ സമീപത്ത് മരണപ്പെട്ടത്. പല വിധത്തിലുള്ള മരണമാണ്. അല്ലാഹു തആല മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞല്ലോ, 1-ാമത്തെ സഫിൽ തന്നെ ഉണ്ടാകുന്ന നമ്മുടെ അബ്ദുറഹീം സാഹിബ് ഇന്ന് കാണാനില്ല. കഴിഞ്ഞ ആഴ്ച കുത്തുബക്കുണ്ട്, ആ മൂലയ്ക്ക് ഇരുന്ന് ഞാൻ ഇന്നും ഈ സമയം ഓർക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളും പോകേണ്ടവരാണ്. ആ ഓർമ്മയാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. അല്ലാഹു തആല മരണത്തെക്കുറിച്ച് ഓർക്കുന്ന നല്ല മുഅ്മിനുകളിൽ, മുത്തഖികളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല അനുഗ്രഹം നൽകി അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാഗത്ത് വരുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ എല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, രോഗികളായി കിടക്കുന്ന ആളുകളുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് അല്ലാഹുവേ അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار